എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛനൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ. നമസ്കാരം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സുമുള്ള ദിയ കൃഷ്ണ നടത്തിയ ഒരു പ്രസ്താവന, ഒരു അഭിപ്രായം, ഒരു പ്രതികരണം അതിപ്പോൾ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഈ വിവാദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രണ്ട് വശവും സംസാരിക്കണം. ഈ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടി നിന്ന് മാത്രം അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും വിഷയം പറയാം. ഭർത്താവിൻ്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കണോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ദിയ കൃഷ്ണ ഒരു വീഡിയോയിൽ പറയുകയാണ്, എനിക്ക് ഭർത്താവിൻ്റെ അമ്മയെ ഒരിക്കലും അമ്മ എന്ന് വിളിക്കാൻ കഴിയില്ല. എനിക്ക് അമ്മ എന്ന് വിളിക്കേണ്ട ആൾ എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. ആ ആളെ മാത്രമേ ഞാൻ അമ്മ എന്ന് വിളിക്കുകയുള്ളൂ. വഴിയിൽ കാണുന്നവരെയൊക്കെ അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല. ഇത് കാവിലെ അമ്മയൊന്നും അല്ലല്ലോ വരുന്നവർക്കും പോകുന്നവർക്കും അമ്മ എന്ന് വിളിക്കാൻ. അതുപോലെ തന്നെ ഭർത്താവ് തൻ്റെ അമ്മയും അച്ഛനെയും അമ്മ, അച്ഛ എന്ന് വിളിക്കണമെന്ന് താനും പറയാറില്ല. അദ്ദേഹം അങ്ങനെ വിളിക്കാറുമില്ല. ആൻറ്റി, അങ്കിൾ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതിലെന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ദിയ. അപ്പോൾ ഒരുപാട് പേർ ദിയയുടെ മുഖത്ത് പുച്ഛമാണ്, അതെന്താ അവരും ഒരു അമ്മയല്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. നമ്മൾ ആദ്യം പ്രതികരിക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ വൈകാരികമായിട്ടാണല്ലോ പ്രതികരിക്കുന്നത്. ആ പ്രതികരണം തന്നെയാണ് ആദ്യത്തെ ശരി, നന്മയുള്ള ശരി. ആ പ്രതികരണം തന്നെയാണ് എന്നതാണ് എൻ്റെയും പക്ഷം. പക്ഷെ മറുവശം കൂടിയുണ്ട്. ആദ്യം ഈ ഒരു പക്ഷം സംസാരിക്കാം. അമ്മയെ നമ്മൾ എങ്ങനെയാണോ കാണുന്നത്, നമ്മുടെ സ്വന്തം അമ്മയെ എങ്ങനെയാണോ കാണുന്നത്, അതുപോലെ നമുക്ക് ഭർത്താവിൻ്റെ അമ്മയെയും കാണാൻ പറ്റാത്തത് കൊണ്ടുള്ള കുഴപ്പങ്ങൾ ഒരുപാട് വർദ്ധിച്ചു വരികയാണ്. അതിൽ ഒരു മാറ്റവുമില്ല. ഈ മരുമകൾ അമ്മായിയമ്മ പോര് വലിയ രീതിയിലുള്ള മാറ്റമൊന്നും കണ്ടുവരുന്നില്ല. അത് നേരത്തെ പരസ്യമായിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കുറേ സൈലൻ്റ് ആയിട്ട് നടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ പരസ്യമായിട്ട് എന്നും അടിയായിരിക്കും. അയൽവക്കക്കാർക്കെല്ലാം അറിയാം ആ വീട്ടിൽ എന്നും അടിയാണ്. പക്ഷെ ഇപ്പോൾ അടക്കത്തിലുള്ള പണികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചില പ്രതികരണങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ ഓരോ പണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്താണെങ്കിലും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും തീരുന്ന ലക്ഷണവുമില്ല. അതിൻ്റെ പ്രധാന കാരണം അമ്മായിയമ്മയ്ക്ക് മരുമകളെ മകളായിട്ട് കാണാൻ കഴിയാത്തതും മകൾക്ക് അല്ലെങ്കിൽ ഈ മരുമകൾക്ക് അമ്മായിയമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാൻ കഴിയാത്തതുമാണ്. ആ ഒരു സംഭവം വ്യക്തമായിട്ട് ഉച്ചത്തിൽ പറയുകയാണ് ദിയ കൃഷ്ണ ചെയ്തത്. എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം എനിക്ക് അമ്മയായിട്ട് കാണാൻ കഴിയില്ല എന്നതുകൂടി ആവാം. അങ്ങനെ കൂടി ഒരുപാട് പേർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതാണ് ഇത്രയും രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ നാട്ടുകാരിൽ നിന്നും ദിയ കൃഷ്ണയ്ക്കെതിരെ ഉണ്ടാകുന്നത്. അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് ഭ്രാന്താണോന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. അല്ല, വഴിയിൽ പോകുന്നവരൊക്കെ അമ്മയെന്ന് വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുമ്പോൾ ഭർത്താവിൻ്റെ അമ്മ വഴിയിൽ കൂടി പോകുന്ന ഒരാളാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആളുകൾ ഇങ്ങനെ സെന്റൻസ് ബൈ സെന്റൻസ് അല്ലെങ്കിൽ വേർഡ് ബൈ വേർഡ് എടുത്ത് പരിശോധിച്ച് കീറി മുറിച്ചാണ് പ്രതികരണങ്ങൾ നടത്തുന്നത്. ഇതിലെ ദിയ കൃഷ്ണയ്ക്ക് സംഭവിച്ചത് ഒന്നാമത് പറഞ്ഞ ആ ഒരു ഭാവം, പറഞ്ഞ ആ ഒരു രീതി, അതിത്തിരി അഹങ്കാരത്തിൻ്റെ തന്നെയായിരുന്നു, ഒരു പുച്ഛത്തിൻ്റെ തന്നെയായിരുന്നു. എനിക്കതിൻ്റെ ആവശ്യമില്ല, എൻ്റെ അമ്മ ഇതാണ്, അതെൻ്റെ അമ്മയൊന്നും അല്ല എന്നുള്ള രീതിയിൽ. ആ അമ്മയുടെ മകനാണ് ദിയയുടെ കൂടെ ഇനി ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ളത്, അല്ലെങ്കിൽ ദിയ പ്രസവിച്ച കുഞ്ഞിനെ ജനിപ്പിച്ചത് എന്നുള്ള ആ ഒരു ചിന്തയുടെ ഗൗരവമില്ലാതെയാണ് ദിയ കൃഷ്ണ സംസാരിച്ചത്. നമ്മുടെ ഭർത്താവിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭർത്താവ് ഉണ്ടായത് നമ്മുടെ ഭർത്താവിൻ്റെ അമ്മ ഉള്ളത് കൊണ്ടല്ലേ. അമ്മ പ്രസവിച്ച മകനല്ലേ നമ്മുടെ ജീവൻ്റെ ജീവനായി നമ്മുടെ കൂടെ ഉള്ളത്, നമ്മുടെ പ്രണയമായി, സ്നേഹമായി, കരുതലായി, അങ്ങേയറ്റം വരെ നമ്മുടെ കൂടെ ജീവിക്കാനുള്ള ആളായി കൂടെ ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ നമ്മുടെ കൂടെ പങ്കാളിയായത് ആ അമ്മ പ്രസവിച്ച മകനല്ലേ, അല്ലേ? അപ്പൊ ആ ഒരു പരിഗണന അമ്മായിയമ്മമാർക്ക് എപ്പോഴും കൊടുക്കണം എന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ എന്താണെങ്കിലും ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്, അവർക്കൊരു പരിഗണന കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ വിളിയിലാണ് ഇപ്പോൾ ആകപ്പാടെ ഒരു വിവാദം ഉണ്ടായിരിക്കുന്നത്. അമ്മ എന്ന് തന്നെ വിളിക്കണോ? ആൻറ്റി എന്ന് വിളിച്ചാൽ എന്താ? ആൻറ്റി എന്ന് വിളിച്ചാലും മാമി എന്ന് വിളിച്ചാലും ചേച്ചി എന്ന് വിളിച്ചാലും ഒന്നും കുഴപ്പമില്ല, തെറി വിളിക്കാതിരുന്നാൽ മതി. ഒരു പാരഡി ഗാനം കേട്ടിട്ടുണ്ടല്ലോ, മാൻ എന്നും വിളിച്ചോളൂ, മയിൽ എന്നും വിളിച്ചോളൂ, തെറി മാത്രം വിളിച്ചിട ല്ലേ എന്നെ നീ എന്ന് പറഞ്ഞതുപോലെ തെറി വിളിക്കാതിരുന്നാൽ മതി. നിങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ ഒരു തെറിയുടെ രീതിയിൽ മോശമാകാതിരുന്നാൽ മതി. ഇപ്പോൾ എത്രയോ പേര് സ്വന്തം അമ്മമാരെ ചേച്ചി എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞമ്മ എന്ന് വിളിക്കുന്നു, ആൻറ്റി എന്ന് വിളിക്കുന്നു. എൻ്റെ കസിൻ എൻ്റെ ആൻറ്റിയെ ഞങ്ങളെല്ലാം ആൻറ്റി എന്ന് വിളിക്കുന്നത് കേട്ട് ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. വീട്ടിലെ മുതിർന്ന കുട്ടികളൊക്കെ അവരുടെ ബന്ധം വെച്ച് ഒരാളെ എങ്ങനെ വിളിക്കുന്നു അതുപോലെ തന്നെ ഇവരുടെ മക്കളും അവരെ വിളിക്കാറുണ്ട്. ചേച്ചി എന്ന് വിളിക്കുന്ന മക്കളുണ്ട് അമ്മയെ കയറി. അപ്പോൾ ആൻറ്റിയെന്നോ ചേച്ചിയെന്നോ വിളിച്ചത് കൊണ്ട് ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. കൊടുക്കേണ്ട ബഹുമാനത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. എന്നാലും അമ്മ എന്ന് വിളിക്കുമ്പോൾ അതിലൊരു പ്രത്യേക എന്തോ ഒരിത്
അല്ലേ? നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി എന്തോ ഒരു ഇതിൻ്റെ അസുഖമുള്ളത് കൊണ്ട് ആ എന്തോ ഒരു ഇത് കിട്ടാൻ വേണ്ടി, അത് അനുഭവിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും അമ്മയെന്ന് തന്നെയാണ് വിളിക്കുന്നത്. നമ്മുടെ എല്ലാം കുട്ടികളെ അമ്മ എന്ന് വിളിപ്പിക്കാനാണ് നമ്മളും പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. കുട്ടികളെ കൊണ്ട് പേര് വിളിപ്പിക്കുന്ന ട്രെൻഡിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ 1-2 പേരെ അങ്ങനെ കണ്ടു. കുട്ടികൾ പേര് വിളിക്കട്ടെ, എന്തിനാണ് അമ്മ എന്ന് വിളിക്കുന്നത്? പേര് വിളിക്കുമ്പോഴാണ് ഒരു സുഖം. അതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സാണ്. സ്വന്തം കുട്ടികൾ എന്ത് വിളിക്കണം, അല്ലെ കുട്ടികൾ മാതാപിതാക്കളെ എന്ത് വിളിക്കണം എന്നുള്ളത് കുട്ടികളുടെ ചോയ്സും കൂടിയാണ്. ആ ബന്ധത്തിൽ ആ വിളി എന്തെങ്കിലും വിള്ളൽ ഉണ്ടാക്കുന്നു എന്നതാണ് പ്രധാനം. അപ്പോൾ ദിയാകൃഷ്ണ അത്രയും അറുത്തു മുറിച്ച് പുച്ഛഭാവത്തോടുകൂടി, പരിഹാസഭാവത്തോടുകൂടി, അഹങ്കാരത്തിന്റെ ഭാവത്തോടുകൂടി അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് തന്നെ വേറൊരു സ്റ്റൈലിൽ ദിയ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കെന്തോ അമ്മ എന്ന് വിളിക്കാൻ തോന്നുന്നത് എൻ്റെ അമ്മയെ മാത്രമാണ്. ആൻറ്റി എന്ന് വിളിക്കുന്നതിൽ എന്താ പ്രശ്നം? എൻ്റെ അമ്മയെപ്പോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്ന ആളാണ് അശ്വിൻ്റെ അമ്മയും അല്ലെങ്കിൽ എൻ്റെ അമ്മായി അമ്മയും. അതുകൊണ്ട് ഒരു വിളിയിൽ എന്തിരിക്കുന്നു? ആൻറ്റി എന്ന് വിളിച്ചാലും അമ്മയെന്ന് വിളിച്ചാലും അമ്മയെപ്പോലെ തന്നെയല്ലേ ഞാൻ അവരെയും സ്നേഹിക്കുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വിവാദമാകില്ല. ഒരു കാര്യം തന്നെ പല രീതിയിൽ നമുക്ക് പറയാമല്ലോ. അതാണ് പ്രശ്നമാകുന്നത്. പിന്നെ ഇതിൻ്റെ മറുവശം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. വിളിയിലൊന്നുമല്ല കാര്യം. ചിലർ നല്ല സോപ്പിട്ടൊക്കെ സംസാരിക്കുന്ന മരുമക്കളുണ്ട്. അയ്യോ, അമ്മായിയമ്മയുടെ അടുത്ത് അങ്ങ് ഒലിപ്പിച്ച് ഭയങ്കര ഡ്രാമയൊക്കെ കാണിച്ച് അമിത വിനയമൊക്കെ കാണിച്ച്, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ കള്ളക്കിളവി, ഒരു സാഹചര്യം കിട്ടിയാൽ ഞാൻ പണി തരാം എന്നുള്ള രീതിയായിരിക്കും. അപ്പോൾ അങ്ങനെ മനസ്സിലൊന്ന് വിചാരിച്ചിട്ട് പുറമേ സ്നേഹം കാണിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്കുള്ളിലുള്ളത് തന്നെ പുറത്ത് കാണിക്കുന്നതാണ്, അല്ലേ? ആ ഒരു വശം സംസാരിക്കുമ്പോൾ ആൻറ്റി എന്ന് വിളിച്ചാലും അതിൽ പ്രശ്നമൊന്നുമില്ല. ഈ വിളിയിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ ബന്ധം എന്നതിൽ മാത്രം ശ്രദ്ധിക്കുക. പിന്നെ തീരെ ആരെയും അങ്ങനെ പുച്ഛിച്ച് സംസാരിക്കുന്നത് നല്ല ഒരു ശീലമല്ല. ആരെക്കൊണ്ടാണ് നമുക്ക് ഉപകാരം ഉണ്ടാകുന്നത് എന്നറിയില്ലല്ലോ. പ്രത്യേകിച്ച് ഒരു പ്രസവമൊക്കെ കഴിയുമ്പോൾ, പ്രസവം കഴിഞ്ഞ് ഒരു 3 മാസമൊക്കെ എല്ലാവരും നമ്മുടെ ഒരു ആചാരപ്രകാരം സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നത്. അതിനുശേഷം നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്നത് ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയും അച്ഛനെയും ഒക്കെ കണ്ടുകൊണ്ടാണ്. അവരുടെ ഒരു കരുതലിൻ്റെ പ്രതീക്ഷയിലാണ് നമ്മൾ വരുന്നത്. പ്രധാനമായിട്ടും ഭർത്താവിൻ്റെ അമ്മ, അവരും ഒരു പ്രസവിച്ച സ്ത്രീയാണ്. അവരെങ്ങനെ നോക്കും? അങ്ങനെ നോക്കുന്നവർ എത്ര പേരുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ അത് വേറൊരു വിഷയം. എന്താണെങ്കിലും നമ്മൾ ഓരോരുത്തരിലും ഓരോ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്, ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കൊടുക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പോകുമ്പോഴാണ് ജീവിതത്തിനൊരു നിറം ലഭിക്കുന്നത്. അത് എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരും അമ്മയെ അച്ഛനൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. ഇപ്പൊ ദിയയുടെ മനസ്സിലുള്ളത് മറയൊന്നും ഇല്ലാതെ ഏതോ ഒരു പ്രത്യേക ശബ്ദത്തിൽ അങ്ങ് സംസാരിച്ചു. ഇത് കേൾക്കുമ്പോൾ ദിയയുടെ അമ്മായിയമ്മയ്ക്കുണ്ടാകുന്ന വൈകാരികത എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അവര് പ്രത്യേകിച്ച് പഴയ തലമുറയിൽപ്പെട്ട ആളാണ്. അത് കേൾക്കുമ്പോൾ അവരിങ്ങനെ തിരിച്ചൊന്നും വിചാരിക്കാത്ത ആളാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ അമ്മ എന്ന വിളി ദിയയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾ കൂടിയാണ് എങ്കിൽ സീൻ കോൺട്രയാവും, കുറച്ചൊരു ബുദ്ധിമുട്ടാകും, അല്ലേ? അപ്പോൾ സംസാരത്തിൽ കുറച്ചുകൂടി നിയന്ത്രണം പാലിച്ചാൽ നമുക്ക് പല പ്രശ്നങ്ങളും ഒഴിവാക്കാം. ഇതിപ്പോൾ അവരുടെ കുടുംബജീവിതത്തിൽ വല്ല പ്രശ്നമുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അവർക്ക് ആർക്കും ഇതിൽ പ്രശ്നമില്ലെങ്കിൽ നമുക്കാർക്കും പ്രശ്നം ഉണ്ടാകേണ്ട കാര്യവുമില്ല. പിന്നെ ഈ ഒരു വിഷയം ഞാനിന്ന് സംസാരിച്ചത് മറ്റൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. ദിയയ്ക്ക് ഉറപ്പായിട്ടും അറിയാം ഈ ഒരു ചുവയിൽ സംസാരിക്കുമ്പോൾ ഇതൊരു വിവാദമായി മാറും. ഞാനിങ്ങനെ സംസാരിച്ചാൽ അത് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയാകുമെന്നറിയാം. ആ വീഡിയോയ്ക്ക് നല്ല രീതിയിൽ വ്യൂസ് പോകും, റേറ്റിംഗ് പോവും, ചർച്ച പോവും, അത് വൈറലാകുമെന്നറിയാം. അതിനുവേണ്ടി മനഃപൂർവ്വം പറഞ്ഞതാകാം എന്നൊരു ചിന്തയും എൻ്റെ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ ഒരാളും ഇങ്ങനെ ധൈര്യമായിട്ട് ഇത്രത്തോളം ഈ ഒരു ശബ്ദത്തിലൊന്നും സംസാരിക്കില്ല. ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് എനിക്ക് അമ്മയെന്നൊന്നും വിളിക്കാൻ പറ്റില്ല, വഴി കാണുന്നവരെയൊക്കെ എൻ്റെ അമ്മയെ മാത്രം, എൻ്റെ വീട്ടിലൊരു അമ്മ ഇരിപ്പുണ്ട്, അതാണ് എൻ്റെ അമ്മ, അല്ലാതെ ഭർത്താവിൻ്റെ അമ്മയെന്നൊന്നും വിളിക്കാൻ എനിക്ക് പറ്റില്ല. ഇത് കാവിലെ അമ്മയാണോ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ അമ്മയെന്ന് വിളിക്കാൻ എന്നുള്ള തരത്തിലൊക്കെ സംസാരിക്കണമെങ്കിൽ അത് ജനങ്ങൾ കേൾക്കുന്നതാണ്. ജനങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നൊക്കെ ഊഹിക്കാൻ കഴിയുന്ന ബുദ്ധിയുള്ള ആൾ തന്നെയാണ് ഈ ദിയാകൃഷ്ണ. ഞാൻ പറഞ്ഞില്ലേ, ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് ഇവർക്കൊക്കെ ഉള്ളത്. അപ്പോൾ വ്യൂസിന് കിട്ടുന്ന പണം എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമൊന്നുമല്ല. അപ്പോൾ എന്തും പറഞ്ഞ് പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലേക്ക് മാറരുത്. കഴിഞ്ഞ ദിവസവും ഈ ഒരു കണ്ടന്റിൻ്റെ ഒരു മറുവശം ഞാൻ സംസാരിച്ചതാണ്. ആ രീതിയിലേക്ക് പോകാതിരിക്കുക. നമ്മൾ നെഗറ്റീവ് ആയിക്കൊണ്ട് പബ്ലിസിറ്റി കിട്ടുക, അല്ലെങ്കിൽ നെഗറ്റീവ് സംസാരിച്ചുകൊണ്ട് ശ്രദ്ധ നേടുക, അതിലൂടെ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് നല്ലൊരു പ്രവണതയല്ല. അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടും
ചർച്ച ആകാൻ വേണ്ടിയിട്ടും പലരും പലതും കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടി ഈ ഒരു പ്രതികരണത്തെ ഞാൻ കണക്കാക്കുന്നുണ്ട്. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് അതിനോട് യോജിക്കാൻ പറ്റുമെന്ന്. ചിലപ്പോൾ ഒരു പ്രേക്ഷകന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ദിയ വെറുതെ അങ്ങ് പറഞ്ഞതായിരിക്കും. എങ്കിലും പറയുമ്പോൾ നമുക്കൊരിപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്. ഇത് കേൾക്കുന്നത് മനുഷ്യരാണ്, ബുദ്ധിയുള്ള മനുഷ്യരാണ്, ചിന്താശേഷിയുള്ള മനുഷ്യരാണ്, പല തട്ടിലുള്ള മനുഷ്യരാണ്, തരത്തിലുള്ള മനുഷ്യരാണ്. അവരെന്നോട് ഏത് രീതിയിൽ പ്രതികരിക്കുമായിരിക്കും എന്നൊരു ധാരണയോടുകൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരുടെ പ്രതികരണത്തെ നമുക്ക് പരിഗണിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ലെങ്കിലും മര്യാദയോടുകൂടി മാക്സിമം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ എല്ലാവരും ചെയ്താൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അമ്മായിയമ്മയെ ആൻറ്റിയെന്നോ ചേച്ചിയെന്നോ മാമിയെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. തിരുവനന്തപുരത്ത് നമ്മൾ മാമി എന്നാണ് വിളിക്കുന്നത്, ആരും അമ്മയെന്ന് വിളിക്കാറില്ല കേട്ടോ. എന്ത് സിസ്റ്റമാണെന്നറിയില്ല. എന്ത് വിളിച്ചാലും അവരോടുള്ള ബഹുമാനം, അവർ പ്രസവിച്ച മകനാണ് നമ്മുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നത്, നമ്മുടെ ഭർത്താവ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അവരർഹിക്കുന്ന ബഹുമാനം അവർക്ക് കൊടുത്തു എന്ന് കരുതി അതൊരു കുറച്ചിലാണെന്ന് ആരും ചിന്തിക്കേണ്ട. അമ്മായിയമ്മയെ അമ്മ എന്ന് വിളിക്കുന്നത് എന്തോ ഒരു കുറച്ചിലാണ് എന്ന് ആരും ചിന്തിക്കേണ്ട. നമ്മുടെ അമ്മായിയമ്മയെ അമ്മ എന്ന് വിളിച്ചു പോയത് കൊണ്ട് നമ്മുടെ സ്വന്തം അമ്മയെ അമ്മ എന്ന് വിളിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. സ്വന്തം അമ്മയോടുള്ള സ്നേഹം കുറഞ്ഞു, സ്വന്തം അമ്മയോട് നമ്മളെന്തോ മര്യാദകേട് കാണിച്ചു എന്നൊന്നും ആരും വിചാരിക്കേണ്ട കാര്യമില്ല. എല്ലാം അമ്മമാരാണ്. മക്കൾക്ക് ജന്മം കൊടുക്കുന്നവരെല്ലാം അമ്മമാരാണ്. അവരെയൊക്കെ അമ്മ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു രസം അതിലുണ്ട്. എൻ്റെ ചേച്ചിയുടെ മക്കളൊക്കെ എന്നെ അമ്മയെന്ന് വിളിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക ഫീലാണ് ഉണ്ടാകാറുള്ളത്. എനിക്കത് ഒരു ഇരട്ടി സന്തോഷം എന്നിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് കമൻറ്റ് രേഖപ്പെടുത്താൻ പറ്റിയൊരു വിഷയമാണിത്. അമ്മായിയമ്മയെ അമ്മയെന്ന് വിളിക്കാൻ നിർബന്ധമുണ്ടോ, അങ്ങനെ വിളിക്കണം എന്ന് നിർബന്ധമുണ്ടോ, നിങ്ങൾ എന്താണ് അതിനോട് അഭിപ്രായപ്പെടുന്നത് എന്നൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തും. ഒന്ന് വായിക്കാം.